നിങ്ങൾ സ്ഥലത്തില്ലാത്തവർ ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് ജോലി ചെയ്യുന്നു, പ്രവാസികളോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഇവിടെ നാട്ടിൽ ചില കാര്യങ്ങൾ അത്യാവശ്യം വന്നു നടത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ അത് ചുമതലപ്പെടുത്താം. പവർ ഓഫ് അറ്റോർണി കൊടുത്ത് ചുമതലപ്പെടുത്താം. അത് കഴിവതും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഒരു പവർ ഓഫ് അറ്റോർണി ഒരാൾ അത് ചെയ്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഉള്ള ഒരു അവകാശമല്ല, ഒരു അധികാരം ആ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളൊരിതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അസറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എല്ലാവരും തന്നെ ചെയ്യേണ്ടത്, അത് വിദേശത്തുള്ളവരായാലും സ്വദേശത്തുള്ളവരായാലും, ഒരു ബില്ല് എഴുതി അത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അറിയില്ല ആർക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എന്തൊക്കെയാണോ ഉള്ളൊരു ആസ്തി ഉള്ളത് അത് ആർക്ക് ആണ് അത് ഉപകാരപ്പെടേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേരിൽ അത് നമ്മളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഒരു ബില്ല് എഴുതിയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. അതിനൊരു ലീഗൽ വാലിഡിറ്റി കൂടി കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കാതെ ചെയ്യുക.